പെട്ടെന്ന് പ്രവാസ ജീവിതം നയിക്കേണ്ടി വന്നൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ എത്തുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അന്ന് റൊണാൾഡോ ധരിച്ചിരുന്ന റയൽ മാഡ്രിഡിന്റെ ജേഴ്സി, ബാഴ്സയിൽ മെസ്സി ധരിച്ചിരുന്ന ജേഴ്സി, മെസ്സിയുടെ സൈൻ ഉൾപ്പെടെ നമുക്ക് കാണാം, ലിയോ എന്ന് എഴുതിയിട്ടുള്ളത്. ഞാൻ ഫുട്ബോളിനെ അത്രയും നെഞ്ചിലേറ്റുന്ന ഒരു വ്യക്തിയുള്ള പ്ലെയറും കൂടിയായിരുന്നു ചെറുതായിട്ട്. മലപ്പുറം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. 22 വരെയുള്ള എല്ലാ വേൾഡ് കപ്പിൻ്റെയും എല്ലാ സ്റ്റാമ്പുകളും ഒരു 1000 പുറത്തുണ്ടല്ലോ. 1000 പുറത്ത് സ്റ്റാമ്പുകളുണ്ട്. നമ്മളെല്ലാവരും വേൾഡ് കപ്പ് ആവേശത്തിലേക്ക് കടന്നു കഴിഞ്ഞു. പല കോണുകളിൽ നിന്ന് പല വ്യത്യസ്തമാർന്ന കാഴ്ചകൾ ലോകകപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. തിരൂർ ഇത്തരത്തിൽ ലോകകപ്പ് തുടങ്ങിയത് മുതൽ 1930 മുതൽ തന്നെ ഓരോ ആതിഥേയ രാജ്യങ്ങളും ലോകകപ്പുമായി ബന്ധപ്പെട്ട സ്റ്റാമ്പുകൾ പുറത്തിറക്കാറുണ്ട്. അങ്ങനെ 930 മുതൽ ഇന്ന് വരെയുള്ള എല്ലാ സ്റ്റാമ്പുകളും ശേഖരിച്ച ഒരാളുണ്ട് ഇവിടെ. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, സ്റ്റാമ്പുകളൊക്കെയാണ് ഈ നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. 930 മുതൽ അങ്ങോട്ടേക്ക് എല്ലാ വേൾഡ് കപ്പിലും പുറത്തിറക്കിയിട്ടുള്ള, അതായത് ആതിഥേയരായ രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിട്ടുള്ള എല്ലാ സ്റ്റാമ്പുകളും അദ്ദേഹം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ശേഖരണത്തിലേക്കൊക്കെ കടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്? ശേഖരണത്തേക്ക് കടക്കാനുള്ള കാര്യമായിട്ട് പറയാനൊന്നുമില്ല. കാരണം ഞാൻ ഫുട്ബോളിനെ അത്രയും നെഞ്ചിലേറ്റുന്ന ഒരു വ്യക്തിയുള്ള പ്ലെയറും കൂടിയായിരുന്നു ചെറുതായിട്ട്. വലിയ പ്ലെയർ അല്ലെങ്കിലും പെട്ടെന്ന് പ്രവാസ ജീവിതം നയിക്കേണ്ടി വന്നൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ എത്തുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അപ്പോൾ ആ കളി ബന്ധമായപ്പോൾ ഞാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ കളക്ഷൻ ഒരു ഹോബിയായിരുന്നു. അതിൻ്റെ കൂടെ എനിക്ക് എന്തുകൊണ്ട് ഫുട്ബോളെ ഇഷ്ടപ്പെട്ട ആ ഒരു ഇതിലേക്കൊരു ഹോബിയായിട്ട് പോയിക്കൂടാനുള്ള ചിന്തയിൽ നിന്നാണ് ഈ സ്റ്റാമ്പിലേക്ക് വന്നത്. സ്റ്റാമ്പാണ് എനിക്ക് എൻ്റെ കയ്യിൽ കൊത്താവുന്നൊരു സംഭവമായിട്ട് തോന്നി. പക്ഷേ അത് ശേഖരണം തുടങ്ങിയപ്പോഴാണ് ഇത് എത്തിപ്പെടാൻ പറ്റാത്ത സംഭവമാണെന്ന് തോന്നിയതും പിന്നീട് അത് വിട്ടില്ല. അതിൻ്റെ ബാക്കിൽ സാമ്പത്തികം ഒരുപാട് നഷ്ടമാണ്. എന്നാലും കൂടി അതിൻ്റെ ബാക്കിൽ പോയി. മലപ്പുറംകാരെ സംബന്ധിച്ച് ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞൊരു ഭ്രാന്താണ് അല്ലേ? തീർച്ചയായും ഭ്രാന്താണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്റ്റാമ്പിലേക്ക് വന്നത്. പക്ഷേ സ്റ്റാമ്പ് ഒരുപാട് മാഷാ അല്ലാഹ് ഒരുപാട് കളക്ഷനായിട്ട് ഞാൻ ഇപ്പോൾ 2022 ഇതുവരെയുള്ള നമ്മുടെ ഈ ഇതിലെ 22 വരെയുള്ള എല്ലാ വേൾഡ് കപ്പിൻ്റെയും എല്ലാ സ്റ്റാമ്പുകളും ഒരു 1000 പുറത്തുണ്ടല്ലോ. 1000 പുറത്ത് സ്റ്റാമ്പുകളുണ്ട്. ഏകദേശം 120 A4 പേപ്പറുകളിൽ ഇപ്പോൾ കണ്ടില്ല. അത്രയും ഇത് നമ്മൾ കളക്ട് ചെയ്ത് അതിൻ്റെ തീം ഉണ്ടാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇത് ചെയ്തതാണ്. പക്ഷേ എന്നാലും വിടാനുള്ളൊരു ഇതില്ലാത്തത് കാരണം വീണ്ടും ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടാണ് ഫുട്ബോളിലെ മറ്റ് ഭാഗത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷേ അതിലാണ് ജേഴ്സി ശേഖരം. ഞാനേ മറ്റൊന്ന്, ഈ ദൃശ്യങ്ങൾ നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ കണ്ടത്, അന്ന് റൊണാൾഡോ ധരിച്ചിരുന്ന റയൽ മാഡ്രിഡിന്റെ ജേഴ്സി, ബാഴ്സയിൽ മെസ്സി ധരിച്ചിരുന്ന ജേഴ്സി, ഇതിലൊക്കെ അവരുടെയൊക്കെ സൈനുകൾ കാണാം. ഇതിലെല്ലാ പ്ലേയേഴ്സിൻ്റെയും, മാഡ്രിഡിലെ എല്ലാ പ്ലേയേഴ്സിൻ്റെയും സൈൻ ഉണ്ട്. അതേപോലെ തന്നെ ബാർസയിലെ എല്ലാ പ്ലേയേഴ്സിൻ്റെയും സൈൻ ഉണ്ട്. ഇതിൽ മെസ്സിയുടെ സൈൻ ഉൾപ്പെടെ നമുക്ക് കാണാം, ലിയോ എന്ന് എഴുതിയിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാം. എന്തായാലും നമ്മളൊക്കെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ചില നിമിഷങ്ങൾ അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാക്കാം ഈ ജേഴ്സിയിലേക്കൊക്കെ എത്തുന്നത്? ജേഴ്സിയിലേക്ക് എത്തുന്നത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് സാമ്പത്തികമായിട്ട് സ്റ്റാമ്പിലേക്കാണ് ആദ്യം നമ്മൾ താല്പര്യം ഉണ്ടായിരുന്നു, അതിലേക്ക് പോയത്. പിന്നെ ഗൾഫിൽ പോയപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരുപാട് പ്ലേയേഴ്സിൻ്റെ കളികൾ കാണാനുള്ള അവസരം കിട്ടി. എല്ലാ കളികളും കാണാൻ പോയിട്ടുണ്ട്. ഏകദേശം ഈ നമ്മുടെ വേൾഡ് കപ്പ് കളിക്കുന്നപ്പോൾ ഈ വലിയ വലിയ പ്ലേയേഴ്സിൻ്റെ എല്ലാവരും നേരിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. കുറേ ആളുകളോട് കൂടെ ഫോട്ടോ ചെയ്യാൻ എല്ലാ ഫിലിം സ്റ്റാറും മറ്റുള്ളവരുടെ അടുത്ത് ഇന്ന് വരെ ഞാൻ ഫോട്ടോ ഫേസ് ചെയ്തിട്ടില്ല. പ്ലേയേഴ്സ് മലപ്പുറം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അപ്പോൾ അതിൽ റൊണാൾഡോൻ്റെ ജേഴ്സിയാണ് എനിക്ക് ആദ്യം എൻ്റെ കൈ കിട്ടിയത്. അത് ലാലിഗ കളിച്ച ജേഴ്സിയാണ് കിട്ടിയത്. പക്ഷേ ഞാൻ ഒരു മെസ്സി ഫാൻ ആയതുകൊണ്ടും അർജൻറ്റീൻ്റെ അതീവ ഒരു ഫാൻ ആയതുകൊണ്ടും മെസ്സിൻ്റെത് കൈക്കലാക്കാനുള്ള എൻ്റെ ഒരു അന്ത്യാഭിലാഷമാണ്. അതുകൊണ്ട് ഞാൻ മെസ്സിൻ്റെന് അടുത്ത ശ്രമം അതായിരുന്നു. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അതും കയ്യിൽ കിട്ടി. അതിൽ എല്ലാ പ്ലേയേഴ്സും നെയ്മർ ഉണ്ട്. അത് 2015 അവർ ചാമ്പ്യൻസ് ലീഗ് അടിച്ച ജേഴ്സിയാണ്. അതിൽ നെയ്മർ അടക്കം ഈ നെയ്മർ, ഇനിയസ്ത, അവർ ആ ടീമിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും സൈൻ ചെയ്തൊരു ജേഴ്സിയാണ്. മറ്റേത് 2017 ലാലിഗ കളിച്ച റൊണാൾഡോൻ്റെ ജേഴ്സിയാണ്. അടുത്ത നീക്കം പെലെയുടെയും മറഡോണ്ടയും അടുത്ത വേൾഡ് കപ്പോട് കൂടി എൻ്റെ കയ്യിലെത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഒരു ഫാൻ ഈ
ഫുട്ബോളൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു മറ്റൊരു ലോകത്തേക്ക് പോവാണ്. കാരണം അദ്ദേഹം പ്ലെയറാണ്, അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ ഗോകുൽ എഫ്സിക്കൊക്കെ വേണ്ടി കളിച്ചിരുന്ന മറ്റൊരു പ്ലെയറാണ്. 2 മക്കളുണ്ട് അല്ലേ, 2 പ്ലെയേഴ്സാണ്. അങ്ങനെ രണ്ടുപേരും പ്ലെയേഴ്സാണ്. അങ്ങനെ കുടുംബമായിട്ട് അവർ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന സാഹചര്യമാണ്. ഇനി പെലെയുടെയും മറഡോണയുടെയും ജേഴ്സി സ്വന്തമാക്കാനുള്ള ഓട്ടത്തിലാണ് അദ്ദേഹം എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട്. എന്തായാലും വീഡിയോ ജേർണലിസ്റ്റ് അക്ഷയ്ക്കൊപ്പം വി സോണകൃഷ്ണ, റിപ്പോർട്ടർ തിരൂർ.